ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി പ്രഖ്യാപിച്ചത്. ലോകകപ്പ് ഫൈനൽ പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കുട്ടികൾക്ക് അവധി നൽകണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഫൈനൽ നടക്കുന്ന ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫും അറിയിച്ചു. വിവരങ്ങളുമായി VS അനുവാണ് ചേരുന്നത്. അനു, ഏറ്റവും സന്തോഷകരമായ ഒരു ഫൈനലായിരിക്കും കേരളത്തിലെ ആരാധകർക്ക് ഇത് എന്നതിൽ സംശയമില്ല. കാരണം വൈദ്യുതി നിയന്ത്രണമില്ല. ഒപ്പം ഉറക്ക നഷ്ടത്തിൽ നാളെ ജോലിക്ക് പോകേണ്ടി വരുമോ, അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആശങ്കയുമില്ല. അതും ഒഴിഞ്ഞിരിക്കുന്നു, അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു പൊതുവികാരം സർക്കാർ കണക്കിലെടുക്കുന്നു എല്ലാ അർത്ഥത്തിലും. ശ്യാമിലി, ലോക കാൽപന്ത് കളിയിലെ ചാമ്പ്യന്മാരെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. എല്ലാ കണ്ണും കാതും അല്പസമയങ്ങൾക്കകം തന്നെ ആ ആവേശത്തിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും ആ ആവേശത്തിന് ഒരു ഇരട്ടി മധുരം എന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി. ഒന്ന്, നമ്മൾ ഈ പറയുന്ന ഈ വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഈ ഫുട്ബോൾ കളി കാണുന്നതിനിടെ വൈദ്യുതി പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അത് KCB ചെയർമാൻ രാജമാണിക്യമായിക്കോട്ടെ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ആയിക്കോട്ടെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് പവർ ഹൗസിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള KCBയുടെ അപേക്ഷയും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു വൈദ്യുതി നിയന്ത്രണം ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് KCB അറിയിക്കുന്നത്. നമുക്ക് സുഗമമായി കാറ്റുകൊണ്ട് ഇരുന്ന് കളി കാണാം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, അഥവാ അങ്ങനെ കളി കണ്ട് ആ കളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഫുട്ബോളാണ്, അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. 90 മിനിറ്റ് കളി കഴിയുമോ, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ടൈമിലേക്കോ പിന്നീട് ഫ്രീ കിക്ക് അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ കളി കണ്ട് കുറേ സമയം കൂടെ പോയി കഴിഞ്ഞാൽ നാളെ സ്കൂളുകളിലേക്ക് പോകണോ എന്നൊരു ആശങ്ക വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ ആശങ്ക ഒഴിയുന്നു. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ തീരുമാനം ആയിരിക്കുന്നു. അല്പസമയം അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുകയും ചെയ്യും. നമുക്കറിയാം, ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങളിലായി നടന്ന ഒരു ഫുട്ബോൾ മത്സരം 39 ദിവസങ്ങൾ 48 രാജ്യങ്ങൾ മാറ്റിവെച്ച ആ ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് രാത്രി തിരശ്ശീല വീണ്ടും മിശുകയാണോ യമാലാണോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. ഏതായിരുന്നാലും മലയാളി ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് ഒരു കാൽപന്ത് അകലം നിന്ന് നമുക്ക് കളി കാണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിയെന്ന് തന്നെ പറയാം. ശരി.